ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഇന്നത്തെ കഴിക്കുന്ന ഭക്ഷണ രീതികളാണെന്ന് കാണിക്കുന്നത് കേട്ടോ. വാട്ട് ഈറ്റിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ പാൽച്ചായയാണ്, അത് കുടിക്കുകയാണ്. കട ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ചായയൊക്കെ വെച്ച് കുടിക്കുന്നത് കേട്ടോ. കട 7 മണിക്ക് തുറക്കും. തുറന്നു കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത്. ചായ കുടിച്ചാലേ നമുക്ക് ഉഷാറൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കടയിൽ പോയിരുന്നു. അവിടെ പേഷ്യൻസ് ലിസ്റ്റൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ലിസ്റ്റൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ലിസ്റ്റൊക്കെ നോക്കി ആരെങ്കിലുമൊക്കെ 9 മണി വരെ ഡോക്ടറുള്ള സമയത്ത് 9 മണി വരെ ആരെങ്കിലുമൊക്കെ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇന്ന് ഊത്തപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ. എനിക്ക് ദോശമാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ദോശമാവ് കൊണ്ട് ഊത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പാനിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ട് മാവ് ഒഴിക്കുകയാണ് കേട്ടോ. ഊത്തപ്പം ഞങ്ങളിങ്ങനെ ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഊത്തപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനാകുമ്പോൾ വലിയ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല, ചമ്മന്തി ചട്നിയൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഈ സവാളയും അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ഓൾറെഡി ഊത്തപ്പം ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോട്ടെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഊത്തപ്പത്തിന് ഇതാ സവാളയും തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഇട്ട് ഫില്ലാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് നല്ല ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞാൽ അത് ഊത്തപ്പം തയ്യാറായി. നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ മൂടി വെച്ച് വേവിക്കുകയാണ്. അത് തുറന്നതാ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടൊന്നുമില്ല, നേരെ എങ്ങനെ എടുക്കുക ചെയ്യണത്. മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി സവോളയൊക്കെ പാനിൽ തന്നെ പിടിക്കും. അതിന് ഭേദം മൂടി വെച്ച് ആയത്തിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനായിട്ട് തയ്യാറെടുപ്പ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം, എനിക്കിന്നൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ അങ്ങനെ ആവി പറക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം റെഡി ആയിട്ട് പോകാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ, കളർഫുള്ളായിട്ട്. അപ്പം അമ്മ എന്നോട് ആ സമയത്ത് എന്താ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എല്ലാവർക്കും ഒരു ഊത്തപ്പം കഴിച്ചാൽ തന്നെ വയറ് നല്ല രീതിയിൽ ഫില്ലാവും കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാനായിട്ട് റെഡി ആയിട്ടോ. എനിക്കിന്ന് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്കത്തെ ലഞ്ച് കാണിക്കാം കേട്ടോ. ലഞ്ച് ചോറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചോറ് എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഇന്നുണ്ടായിരുന്നത് കായുപ്പേരിയാണ് കേട്ടോ. കായുപ്പേരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കായുപ്പേരി അത്യാവശ്യം ക്വാണ്ടിറ്റി നന്നായി വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കായപ്പേരി നല്ല രീതിയിൽ കായപ്പേരി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കമീനും കൂടി ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ അതും കുറച്ച് എടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കപ്പലണ്ടി മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം കപ്പലണ്ടി മിഠായിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചായയാണ് കുടിച്ചത്. ചായ കുടിച്ച് വൈകിട്ട് വേറെ ഒന്നും കഴിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി കഴിക്കണത് പഴമാണ് കേട്ടോ. പൂവമ്പഴമാണത്. ഇത്ര 4 കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്